കുമ്പിളിൽ കഞ്ഞി കുടിച്ച കോരൻ്റെയും വഴിമാറി നടക്കേണ്ടി വന്ന അടിയാന്മാരുടെയും കാലം കഴിഞ്ഞെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും ആ പഴയ വിവേചനത്തിൻ്റെ വിത്തുകൾ പേറുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട് എന്നത് ലജ്ജാവഹമാണ്. നിറത്തിൻ്റെയും ജാതിയുടെയും തൊഴിലിൻ്റെയും പേരിൽ ഒരാളെ പരിഹസിക്കാൻ നമുക്കെന്ത് അവകാശമാണുള്ളത്? മനുഷ്യൻ പിറന്നു വീണപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒന്നല്ല ജാതി. നമ്മുടെ പൂർവികർ ഏത് ജാതിക്കാരായിരുന്നുവെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും നമുക്ക് കഴിയില്ല. എന്നിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പടവുകളിൽ വെച്ച് ഒരു കുട്ടിക്ക് സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ മനസ്സ് എത്രത്തോളം തകർന്നിട്ടുണ്ടാകണം. വിവേചനത്തിൻ്റെ പേരിൽ ഇനിയൊരു ജീവൻ കൂടി ഇവിടെ പൊലിയാതിരിക്കട്ടെ. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന ദളിത് വിദ്യാർത്ഥിയുടെ മരണം വെറുമൊരു ആത്മഹത്യയല്ല, അത് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ നടന്ന ക്രൂരമായ മാനസിക വേട്ടയാടലിൻ്റെ ഫലമാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അമ്മയുടെ രോഗത്തിൻ്റെ പേരിൽ, അച്ഛൻ്റെ ജോലിയുടെ പേരിലൊക്കെ അവഹേളിക്കപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഒരൊറ്റ അധ്യാപിക ഉണ്ടായിരുന്നുവെങ്കിൽ നിതിൻ രാജിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. 2019-20 UGC കണക്കു പ്രകാരം ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട 173 പരാതികളാണ് ഉണ്ടായത്. 2023-24 അത് 378 പരാതികളായി ഉയർന്നു. ഈ കാലയളവിലെ പരാതികൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? 1160 പ്രബുദ്ധ കേരളം, ജാതിയില്ലാ കേരളം, നവോത്ഥാന കേരളം, വിവേചനമില്ലാ കേരളം, എന്തെല്ലാം നുണകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം പുരോഗമിച്ചുവെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഈ കാലത്തും ഒരു വിദ്യാർത്ഥി തൻ്റെ ജാതി കാരണം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നത് നമ്മളൊന്ന് നിശ്ചലമായി ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, അവ മനുഷ്യരെ മനുഷ്യരാക്കേണ്ട ഇടങ്ങളാണ്. എന്നാൽ ചില അധ്യാപകർ തന്നെ ജാതിപ്പേരുകൾ വിളിച്ച് അധിക്ഷേപിച്ച് ഒരു കുട്ടിയുടെ മനസ്സ് തകർക്കുന്നുവെങ്കിൽ അത് പഠനമല്ല, അത് പീഡനമാണ്. ഒരു വാക്ക് ഒരാളുടെ മനസ്സ് പൂർണ്ണമായും തകർക്കാൻ അത് മതി. ഒരു പരിഹാസം ഒരാളുടെ ആത്മവിശ്വാസം ശൂന്യത്തിലേക്ക് തള്ളാൻ അത് മതി. ഒരു അപമാനം ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അത് മതി.